ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളാൻ ആവില്ല എന്ന കേന്ദ്ര നിലപാടിനെതിരെയാണ് ഹൈക്കോടതിയുടെ വിമർശനം. ഓരോ ദുരന്തത്തിലും വായ്പ എഴുതിത്തള്ളാൻ ബാങ്കുകളെ നിർബന്ധിക്കാനാവില്ല എന്നും കേന്ദ്രം വ്യക്തമാക്കി. എങ്കിൽ കേന്ദ്ര സർക്കാർ അശക്തരെന്ന് പറയേണ്ടി വരും എന്നായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. സി എൻ പ്രകാശ് ഉണ്ട്, നിയമകാര്യ ലേഖകൻ ഞങ്ങളോടൊപ്പം. അഡ്വക്കേറ്റ് സി എൻ പ്രകാശ്, ഇതിപ്പോൾ കേന്ദ്ര സർക്കാരിനെ ദുർബലം എന്ന് വിമർശിക്കേണ്ടി വരുന്ന സാഹചര്യം ആണല്ലോ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്തായിരുന്നു പശ്ചാത്തലം? അഭിലാഷ്, വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. ജസ്റ്റിസ് ഡോക്ടർ AK ജയശങ്കർ നമ്പ്യാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളാനാവില്ലെന്ന ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സത്യവാങ്മൂലമാണ് കോടതിയുടെ പരിഗണനയിൽ വന്നത്. ദുരന്ത നിവാരണ നിയമത്തിലെ 13-ാം വകുപ്പ് ഭേദഗതി ചെയ്ത സാഹചര്യത്തിൽ വായ്പകൾ എഴുതിത്തള്ളാൻ ശുപാർശ ചെയ്യാനാവില്ലെന്നാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഹൈക്കോടതിയെ സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ചത്. 13-ാം വകുപ്പ് പുനഃസ്ഥാപിക്കണമെന്നും വായ്പകൾ എഴുതിത്തള്ളണമെന്നും കേന്ദ്ര സർക്കാരോട് ആവശ്യപ്പെട്ടതായി സംസ്ഥാന സർക്കാരും നിലപാട് സ്വീകരിച്ചു. ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളാനാവില്ലെന്ന കേന്ദ്ര നിലപാടിനെതിരെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വിമർശനം ഉയർന്നത്. കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത് എന്ന് തന്നെ പറയാം. വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്താണ് എന്ന് ഹൈക്കോടതി ആവർത്തിച്ച് ആരാഞ്ഞു. വായ്പ എഴുതിത്തള്ളാൻ തീരുമാനമെടുക്കാനാവില്ലെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചത്. നിയമപരമായി അധികാരമില്ലെന്ന് പറയാനാവില്ലെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി പറഞ്ഞു. നിങ്ങൾ എങ്ങനെയാണ് നിയമത്തെ മനസ്സിലാക്കുന്നതെന്നും ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകരോട് ചോദിച്ചു. കേന്ദ്ര സർക്കാരിന് ഭരണഘടനാപരമായി വിവേചനാധികാരമുണ്ടെന്നും ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. ഭരണഘടനയുടെ 73-ാം അനുച്ഛേദം അനുസരിച്ച് കേന്ദ്ര സർക്കാരിന് തീരുമാനമെടുക്കാം. ദുരന്ത നിവാരണ നിയമത്തിലെ 13-ാം വകുപ്പ് ഒഴിവാക്കിയതാണ് കാരണമെന്നും കേന്ദ്രം അറിയിച്ചു. വായ്പ എഴുതിത്തള്ളാൻ അധികാരമില്ലെന്ന് പറയുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കി. ഓരോ ദുരന്തത്തിലും വായ്പ എഴുതിത്തള്ളാൻ ബാങ്കുകളെ നിർബന്ധിക്കാനാവില്ലെന്നും കേന്ദ്രം നിലപാടെടുത്തു. രാജ്യത്ത് ഒരു നിയമമുണ്ടെന്ന് കേന്ദ്ര സർക്കാരിനെ ഹൈക്കോടതി ഓർമ്മിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. വായ്പ എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാരിന് നടപടി സ്വീകരിക്കാനാകും, ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അശക്തരാണ് എന്ന് പറയേണ്ടി വരുമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളാണ് നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് നൽകിയത്.